പുരയിടത്തിലെ കൃഷികൾക്ക് നേരെയും ഉണ്ടായിരിക്കുന്നത്. ലൂപ്പർ ഇനത്തിൽപ്പെടുന്ന ഈ പുഴുക്കൾ ദിവസങ്ങൾ കൊണ്ട് ഏക്കർ കണക്കിന് വരുന്ന കപ്പ കൃഷി തിന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ്. കപ്പയോടൊപ്പമുള്ള വാഴ, പയർ ഉൾപ്പെടെയുള്ള കൃഷികളെയും ഇവർ വെറുതെ വിടുന്നില്ല. പുഴയാനിക്കൽ ഗോപിനാഥപിള്ള എന്നയാളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കൈവശമുണ്ടായിരുന്ന കീടനാശിനികൾ തളിച്ചുവെങ്കിലും പുഴുശല്യത്തിന് യാതൊരു കുറവും ഉണ്ടാവുന്നില്ല. കപ്പത്തോട്ടത്തിന് സമീപത്ത് വ്യാപിച്ചു കിടക്കുന്ന തോട്ടപ്പയർ നശിപ്പിച്ചു കളഞ്ഞാൽ മാത്രമേ ഈ പുഴുശല്യം ഇല്ലാതാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സംഭവസ്ഥലം സന്ദർശിച്ച കൃഷി ഓഫീസർ ബെസ്സി പറഞ്ഞു. ഈ പരിസരത്ത് കിടക്കുന്ന ഈ കാട് ആദ്യം വെട്ടിത്തെളിക്കണം. വെട്ടിത്തെളിച്ച് ഈ കാട് വഴിയായി ഈ പുഴുകൾ നമ്മൾ അടുത്ത് കൃഷി ചെയ്യുന്ന കപ്പയിലൊക്കെ കയറുന്നത്. അപ്പോൾ നമ്മൾ സമീപത്ത് ഇതുപോലെ കാട് നമ്മൾ വളരാൻ സമ്മതിക്കില്ല. പഞ്ചായത്തിലെ മറ്റ് കൃഷിത്തോട്ടങ്ങളിലും പുഴുശല്യം ഉണ്ടാവുന്നുണ്ടെന്നും ചുറ്റുപാടുമുള്ള കാടുകളും കളകളും നീക്കം ചെയ്യുന്നതിന് കർഷകർക്ക് നിർദ്ദേശം നൽകുമെന്നും ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രാമേന്ദ്രൻ പറഞ്ഞു. പടലുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പുഴു നിൽക്കുന്നത്. ആ തെങ്ങ കിടക്കുന്നതാണ് കയറി, അത് മുഴുവനും ആണ് കപ്പയിലേക്കും മറ്റു കൃഷിസ്ഥലങ്ങളിലേക്കും കയറി പടരുന്നത്. അതുകൊണ്ട് ഏറ്റവും ഭംഗിയായി നമ്മുടെ പറമ്പിലെ മറ്റ് കാടുകളെല്ലാം നശിപ്പിച്ച് കൃഷിയെ സംരക്ഷിക്കാനുള്ള സമീപനം എല്ലാവരും എടുക്കണം. രാസവളവും കീടനാശിനിയും ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അതിജീവന ശേഷിയുള്ള പുഴുക്കളുടെ കടന്നുവരവ് കർഷകർക്ക് ഭീഷണിയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.